every hour. ശബരിമല സന്നിധാനത്തെ പരമാധികാരി ഭക്തലക്ഷങ്ങൾ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായി കാണുന്ന താഴ്മൺ മഠത്തിലെ കണ്ഠരര് രാജീവര് സ്വർണ്ണാഭരണ കേസിൽ അറസ്റ്റിലായതോടെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കേവലം സ്വർണ്ണപാളി മോഷണമല്ല, കാലങ്ങളായി സന്നിധാനം കേന്ദ്രീകരിച്ച് നടന്നുവന്ന ദുരൂഹമായ പണമിടപാടുകളുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും ചുരുളുകളാണ് ഇപ്പോൾ അഴിയുന്നത്. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ ഏറ്റവും പ്രധാനം പഴയ കൊടിമരത്തിലെ വാജിവാഹനത്തിന്റെ തീരോധാനമാണ്. ആചാരപ്രകാരം ദഹിപ്പിക്കേണ്ട പഴയ കൊടിമരത്തിലെ സ്വർണം പൂശിയ കുതിരയുടെ രൂപം തന്ത്രി സ്വന്തം മഠത്തിലേക്ക് കടത്തിയെന്നാണ് വിവരം. ഇതിനു പുറമെ പടിപൂജയിലെ മുൻഗണനയ്ക്കും വഴിപാടുകൾക്കും തന്ത്രി കുടുംബം ലക്ഷങ്ങൾ കൈപ്പറ്റുന്നതായും വിവരങ്ങൾ പുറത്തുവരുന്നു. ദേവസ്വം കൌണ്ടറുകൾക്ക് പകരം തന്ത്രിയുടെ മുറിയിൽ നിന്ന് ആയിരങ്ങൾ ദക്ഷിണ വാങ്ങി പൂജാസാധനങ്ങൾ വിതരണം ചെയ്യുന്ന സമാന്തര സംവിധാനം തന്നെ അവിടെ നിലനിന്നിരുന്നു. സ്വർണ്ണപാളി കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കുടുംബത്തിനുള്ള അടുത്ത ബന്ധവും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. മോഷണം പോയ സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ പൂജ നടത്തിയത് നിലവിലെ തന്ത്രി മഹേഷ് മോഹനരാണെന്ന വെളിപ്പെടുത്തൽ കേസിനെ പുതിയ തലത്തിലെത്തിച്ചു. 2019 സ്വർണ്ണപാളികൾ ഇളക്കി മാറ്റിയപ്പോഴും ആചാരലംഘനം ബോർഡിനെ അറിയിക്കാതെ തന്ത്രി ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നതാണ് SITയുടെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ജീവനക്കാരനായിട്ടും അഴിമതിക്കും വെട്ടിപ്പിനും കൂട്ടുനിന്നതിലൂടെ തന്ത്രിക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും നിലനിൽക്കും. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം സന്നിധാനത്തെ അശുദ്ധമാക്കിയ എല്ലാ കൊള്ളരുതായ്മകളെയും പുറത്തുകൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസി സമൂഹം.